ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആം ആദ്മി ഡൽഹി തൂത്തുവാരി, ആഹ്ലാദം കോഴിക്കോട്ടും. അഴിമതിയും വികസനവും പുറത്തു കൊണ്ടുവരുവാൻ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ജനങ്ങൾ ഉണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മഹാവിജയം. ഇനി രാജ്യതലസ്ഥാനം ആം ആദ്മി ഭരിക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. നഗര റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. അരയിടത്തപാലം അപ്രോച്ച് റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നവീകരണത്തിലെ ക്യാബിനറ്റ് തീരുമാനം നാളെയെന്ന് മന്ത്രിമാർ. അറിയിച്ചാലും ഫലം വരുന്നതുവരെ സമരം തുടരുമെന്ന് MGS. ആം ആദ്മി ഡൽഹി തൂത്തുവാരി, ആഹ്ലാദം കോഴിക്കോട്ടും. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയുള്ള വിജയമെന്ന് ആം ആദ്മി പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. ആക്ഷൻ കമ്മിറ്റി നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബുധനാഴ്ച ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ പ്രത്യേക അജണ്ടയായി അവതരിപ്പിക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം കാലഹരണപ്പെടുന്നത് ഒഴിവാക്കുക, ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ ഫണ്ട് കാര്യത്തിൽ തീരുമാനമെടുക്കുക, സർക്കാർ ഭൂമി വിട്ടുനൽകുന്നതിന് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി തഹസിൽദാരെ ഉൾപ്പെടുത്തി പ്രത്യേക ടീം രൂപീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാബിനറ്റിൽ അവതരിപ്പിക്കുക. റോഡ് വികസനത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി, ധനകാര്യമന്ത്രി, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേരുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ അറിയിച്ചു. ഗവൺമെന്റ് ലാൻഡ് എത്രയും പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് റവന്യൂ, അന്ന് നമ്മളുടെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് കൂടിയതിലുള്ള ഡിസിഷൻ എല്ലാവരുടെയും NOC റവന്യൂവിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. റവന്യൂവിൻ്റെത് റവന്യൂ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഒരു ഡേറ്റിൽ, ഏറ്റവും അടുത്തൊരു ഡേറ്റിൽ ഗവൺമെന്റ് ലാൻഡ് അബ്സോർവ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാം. യോഗത്തിൽ മന്ത്രിമാർക്ക് പുറമെ പദ്ധതി സ്പെഷ്യൽ ഓഫീസർ സാബു K ഫിലിപ്പ്, KRFB പ്രൊജക്ട് മാനേജർ PN ശശികുമാർ, CRIP കോർഡിനേറ്റർ ലേഖ, ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ MGS നാരായണൻ, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു കട്ടിക്കാന, ജനറൽ സെക്രട്ടറി MP വാസുദേവൻ, സിറാജ് വെള്ളിമാടുകുന്ന് തുടങ്ങിയവരും വകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു. വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നവീകരണത്തിലെ ക്യാബിനറ്റ് തീരുമാനം നാളെ അറിയിച്ചാലും ഫലം വരുന്നതുവരെ സമരം തുടരുമെന്ന് MGS. ഒരു വർഷം മെല്ലെപ്പോക്ക് നയമാണ് ജില്ലാ കളക്ടർ സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥ ഭരണമാണോ ജനാധിപത്യ ഭരണമാണോ ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും MGS അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിപ്പം മുനീർ സാഹിബ് പറഞ്ഞ നാളത്തെ ക്യാബിനറ്റ് ഡിസിഷൻ ഞങ്ങളെ അപ്പം തന്നെ അറിയിക്കാമെന്നാണ്. അതറിയിച്ചാലും ഒരു ഫലം വരുന്നവരെ വി ഹാവ് ടു ഗോ ഫോർ. കാരണം ഈ ഒരു കൊല്ലമായിട്ട് നീണ്ടുപോയി. കളക്ടർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഗതി വന്നിട്ടില്ല. ഞങ്ങളുടെ അറിവിൽ ഡിഫക്റ്റീവായിട്ടാണ് ഈ മീറ്റിങ്ങിനുള്ളത് കൊടുത്തയച്ചത്. ഇപ്പോൾ ഇവർ പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ചോദിച്ചത്, അത് ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറണം. അതിനെന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതല്ല, ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഈ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെയും എഴുതി കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും മാസങ്ങളായിട്ട് നടപ്പിൽ വരുത്താതെ, അവരെ കാണാതെ, അവർ വിളിക്കുന്ന മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു കളക്ടറാണ് നമുക്കുള്ളത്. അത് എന്ത് ബ്യൂറോക്രസിയാണോ കാര്യങ്ങൾ തീർച്ചയാക്കി നടത്തുന്നത്, അതോ മന്ത്രിമാരാണോ ക്യാബിനറ്റാണോ എന്നുള്ള അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ്.
ഡൽഹിയിൽ ആം ആദ്മി തരംഗം. അഴിമതി വിരുദ്ധ പോരാട്ടം കൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ അരവിന്ദ് കെജ്രിവാളും സംഘവും രാജ്യം ഭരിക്കുന്ന കക്ഷിയെ പിന്നിലാക്കി ഡൽഹി തൂത്തുവാരി. ആഹ്ലാദം കോഴിക്കോട്ടും അലയടിച്ചു. ആം ആദ്മി പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നഗര റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. കോഴിക്കോട് മാവ് റോഡിൽ കനോലി കനാലിന് കുറുകെ നിർമ്മിച്ച അരയിടത്ത് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവൂർ റോഡിലെ ഗതാഗത കുരുക്കഴിക്കാനായി അരയിടത്തു പാലത്ത് പുതിയ പാലം 6 വർഷം മുൻപ് നിർമ്മിച്ചെങ്കിലും അപ്രോച്ച് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് പാലം തുറന്നു കൊടുക്കാതിരുന്നത്. ഇതിനായുള്ള സ്ഥലമെടുപ്പ് നടക്കാതെ പോയതായിരുന്നു കാരണം. സ്ഥലമെടുപ്പെല്ലാം പൂർത്തിയാക്കി 3.5 കോടി രൂപ ചിലവാക്കി പാലം നിർമ്മിച്ചു. ഇതോടെ മാവൂർ റോഡിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാവും. 3 കോടി 6 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അരയിടത്തു പാലം അപ്രോച്ച് റോഡ് നിർമ്മിച്ചതെന്നും നഗര റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 റോഡുകളുടെ നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും 15 വർഷം അറ്റകുറ്റപ്പണികൾ ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് കരാറുകൾ നൽകുന്നതെന്നും കോതി അപ്രോച്ച് പാലം ഒക്ടോബറോടെ ഉപയോഗ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗര റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 6 റോഡുകളാണ് 15 വർഷം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, സംരക്ഷിക്കാനുള്ള, മനോഹരമാക്കാനുള്ള ഗ്യാരണ്ടിയോടുകൂടി, കരാറോടുകൂടി കോൺട്രാക്ടർമാർക്ക് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഒക്ടോബറിൽ ആ കോതിപ്പാലം കഴിഞ്ഞ 10-15 വർഷങ്ങളായി ഉപയോഗശൂന്യമായി നിന്ന ആ പാലം ഉപയോഗയോഗ്യമാക്കി മാറ്റും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. കളക്ടർ CA ലത, K മൊയ്തീൻ കോയ, NC അബൂബക്കർ, K ശ്രീകുമാർ, P കിഷൻ ചന്ദ്, KV ആസഫ്, NV ഹബീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് OM ഭരദ്വാജ്, KC അബു, PT സന്തോഷ് കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പീഡനത്തിന്റെ പേരിൽ അധ്യാപകൻ വേട്ടയാടപ്പെടുകയാണെന്ന് ജനകീയ സത്യാന്വേഷണ സമിതി. ഫാറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ആരോപണത്തിലാണ് റിമാൻഡിൽ കഴിയുന്ന അധ്യാപകൻ വേട്ടയാടപ്പെടുന്നത്. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടു എന്ന ആരോപണ വിധേയനായി റിമാൻഡിൽ കഴിയുന്ന അധ്യാപകൻ ഇന്ന് ജീവിക്കാനുള്ള ആശ മുഴുവൻ നഷ്ടപ്പെട്ട് നിരാലംബനായി കഴിയുകയാണ്. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും സഹപ്രവർത്തകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായത്തിലോ ഇത്തരമൊരു പ്രവൃത്തി പ്രസ്തുത അധ്യാപകനിൽ നിന്നുണ്ടാകുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഈ സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുന്നതിന് പ്രവർത്തിക്കുന്നതിനായി നിലവിലെ ആക്ഷൻ കമ്മിറ്റി വിപുലീകരിക്കുന്നതിന് ഫാറൂഖ് കോളേജ് മേലേവരം സാംസ്കാരിക നിലയത്തിൽ യോഗം ചേർന്നു. സുബ്രഹ്മണ്യൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഗോകുലൻ ഇന്നേവരെ നടത്തിയ പ്രവർത്തനങ്ങളും അന്വേഷണ ഫലങ്ങളും വിശദീകരിച്ചു. യോഗം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് സംഭവത്തിലെ സത്യാവസ്ഥ വൈകാതെ തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ്. പ്രസ്തുത അധ്യാപകനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാവുന്ന സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത്തരമൊരു സംഭവം തികച്ചും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് യാഥാർത്ഥ്യം പുറത്തുവരേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. സമഗ്രവും ഫലപ്രദവുമായ ഒരു അന്വേഷണം അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകണമെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. വിപുലീകരിച്ച പുതിയ ജനകീയ സത്യാന്വേഷണ സമിതിയുടെ രക്ഷാധികാരികളായി PT മുഹമ്മദ് മാസ്റ്റർ, TK മാധവൻ, VM പുഷ്പ എന്നിവർ നിർദ്ദേശിക്കപ്പെട്ടു. ചെയർമാനായി MP ഗോകുലൻ തുടരാനും തീരുമാനിച്ചു. രാജീവ് മണ്ണടി, KK മുഹമ്മദ് കോയ, മൻസൂർ CP, അബ്ദുൽ ഹമീദ് C, ഷുക്കൂർ M, അബ്ദുൽ ഇസ്ലാം C എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം.
വാർത്തകൾ തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ കുടിശ്ശിക ബിൽ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റ് കരാറുകാർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എറണാകുളത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് മാർച്ചും ധർണയും നടന്നത്. അഴിമതിയും ദൂർത്തും കൊണ്ട് കരാറുകാരുടെ ചോര കുടിക്കാൻ കൊമ്പൽ കൊള്ളും സർക്കാർ ഞങ്ങൾക്കാവില്ല. കരാറുകാർക്ക് കൊടുക്കാറില്ല. കരാറുകാർക്ക് കിട്ടാനുള്ള നൽകൂ. കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 12-ന് ഡിവൈഎഫ്ഐയും SFIയും ചേർന്ന് വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഉപരോധത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കും. ഫെബ്രുവരി 12-ന് ക്യാമ്പസ് പിടിച്ചെടുക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചതോടെ പോലീസും സർവകലാശാല നേതൃത്വവും ആശങ്കയിലായിരിക്കുകയാണ്. DSU നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സഹന സമരം ഒത്തുതീർപ്പാക്കുക, യൂണിവേഴ്സിറ്റിയുടെ മനുഷ്യത്വരഹിതമായ നിലപാടുകൾ തിരുത്തുക, വിദ്യാർത്ഥി അക്കാദമിക വിരുദ്ധ സമീപനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും പാർപ്പിട സൌകര്യവും ഭക്ഷണ സൌകര്യവും ഒരുക്കുക, യൂണിവേഴ്സിറ്റിയെ താലിബാൻവൽക്കരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മുഴുവൻ SFI, DYFI പ്രവർത്തകരും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമരത്തിൽ പങ്കെടുക്കും. SFI ദിവസങ്ങളോളമായി നടത്തിവരുന്ന സമരത്തിൽ DYFIയും ഒത്തുചേർന്നതോടെ സമരം ദിനംപ്രതി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. DSU നടത്തിവരുന്ന നിരാഹാര സമരം 100-ലധികം ദിവസം പിന്നിട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ സർവകലാശാല നിലപാടെടുക്കാത്തതിനാലാണ് പുതിയ സമരം ആവിഷ്കരിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെ തന്നെ വിവിധ ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തകർ സർവകലാശാലയിൽ എത്തിച്ചേരും. ഇതര ജില്ലകളിൽ നിന്നും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ സംഘങ്ങളും എത്തും. എന്തായാലും DYFIയും SFIയും ചേർന്ന് സമരമേറ്റെടുത്ത് ക്യാമ്പസ് കൈയടക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചതോടെ മതിയായ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ജില്ലയിലെ പോലീസ് നേതൃത്വം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ചീഫ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി T. ബാലൻ നായർ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മോട്ടോർ തൊഴിലാളികൾ ക്ഷേമനിധി ചീഫ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ആനുകൂല്യ വർധനവ് സംബന്ധിച്ച് ലേബർ കമ്മീഷണറും ട്രേഡ് യൂണിയനുകളും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, ക്ഷേമനിധി ജീവനക്കാർക്ക് പെൻഷൻ നൽകാനുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, തൊഴിലാളികൾ പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ ഗ്രാറ്റുവിറ്റിയും ക്ഷേമനിധി ബോർഡ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി T. ബാലൻ നായർ സമരം ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി മേഖലയിൽ ക്ഷേമനിധിയിൽ പണം അടയ്ക്കുന്നതിൽ സർക്കാർ വരുത്തുന്ന വീഴ്ച തൊഴിലാളികളെ വളരെയധികം ബാധിക്കുന്നുവെന്നും ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കാനാണ് സംഘടനയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ വലിയ തോതിലുള്ള വിപുലീകരണം വരികയും പഴയ കമ്പനികളെല്ലാം നശിച്ച് വ്യക്തികൾ വാഹനം എടുത്ത് ഓടുന്ന വ്യക്തികൾക്കും വാഹനം ഓടിക്കാനുള്ള സംവിധാനം സൗകര്യവും രാജ്യത്തുണ്ടായതോടുകൂടി തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന നിയമാനുസൃതമായുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടാത്തൊരു സാഹചര്യം വന്നു. കമ്പനികളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥ. നടക്കാവ്, വണ്ടിപ്പേട്ട കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിച്ചത്. മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KG അശോകൻ അധ്യക്ഷം വഹിച്ചു. ബസ് ഓണേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PP കുഞ്ഞൻ, KK മമ്മു, PR സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ എന്ന ആശ്വാസം പോലും ആഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് KSRTC ജീവനക്കാരെന്ന് മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. സർവീസിൽ നിന്നും വിരമിച്ച KSRTC ജീവനക്കാരുടെ സംഗമം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോറം ഫോർ റിട്ടയർഡ് എംപ്ലോയീസിന്റെ ആഭിമുഖ്യത്തിലാണ് KSRTCയിൽ നിന്നും വിരമിച്ചവരുടെ സംഗമം നടന്നത്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന 10ാം വാർഷിക സംഗമം മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ എന്ന ആശ്വാസം പോലും ആഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് KSRTC ജീവനക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളത് നല്ല കാലം മുഴുവൻ സേവിച്ചിട്ട് നമുക്ക് പ്രായമാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും റിട്ടയർമെന്റ്. നമ്മുടെ ഗവൺമെന്റിൽ 55 വയസ്സായതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ 55-50 കൊല്ലം കൂടെ നിർമ്മിക്കുന്നു. ഫോറം ഫോർ റിട്ടയർഡ് എംപ്ലോയീസ് KSRTC ജില്ലാ പ്രസിഡന്റ് OKU നായർ അധ്യക്ഷനായിരുന്നു. C. രാജഗോപാലൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘ ചെയർമാൻ VM ജോർജ്, MM കോയ എന്നിവർ വാർഷിക സംഗമത്തിന് നേതൃത്വം നൽകി. T. ദാസൻ, V. രാജു, N. ഗംഗാധരൻ നായർ, PM കോയ, CPM ഉമ്മർ കോയ,
എം രവീന്ദ്രൻ നായർ എന്നിവർ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് യോഗാചാര്യൻ പി ഗോപാലകൃഷ്ണന്റെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നു. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും അംബേദ്കർ ജനപരിഷത്തിന്റെയും ആഭിമുഖ്യത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ 48 മണിക്കൂർ കൂട്ട ഉപവാസം ആരംഭിച്ചു. വടകര മുൻ MLA അഡ്വക്കേറ്റ് പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും അംബേദ്കർ ജനപരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിനു മുൻപിൽ 48 മണിക്കൂർ കൂട്ട ഉപവാസം ആരംഭിച്ചു. വടകര മുൻ MLA അഡ്വക്കേറ്റ് പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ന്യായമായ ആവശ്യമാണ്, ഇതൊരു അന്യായ ആവശ്യമല്ല, ഇതൊരു ന്യായമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന നിലയിലാണ് ഇതിന്റെ ഗൗരവം നമ്മൾ കണക്കിലാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശേഷിച്ചും ഈ രംഗത്തൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ശ്രീ രാംദാസ് വേങ്ങേരിയെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ തികച്ചും ശ്ലാഘനീയമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പട്ടികജാതിക്കാർ സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിന്റെ പേരിൽ സഹകരണ ബാങ്ക് ഭരണാധികാരികളും മറ്റിതര ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾ ഈടാക്കുന്നതിനു വേണ്ടി നിയമവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് മുഖേന നടത്തുന്ന ജപ്തി നടപടികളും കുടിയിറപ്പ് ഭീഷണികളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ഉപവാസം സംഘടിപ്പിച്ചത്. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി മുഖ്യപ്രഭാഷണം നടത്തി. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദാസ് കോഴഞ്ചേരി, ചന്ദ്രിക അജേഷ്, മോഹൻദാസ് ഉണ്ണിക്കുളം എന്നിവർ സംസാരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് താമരശ്ശേരി പോലീസ് തന്നെ പീഡിപ്പിക്കുകയാണെന്ന് ഈങ്ങാപ്പുഴ സ്വദേശി മുഹമ്മദ് റാഫി. വ്യാജ പരാതിയിന്മേൽ സ്ത്രീപീഡന കേസെടുത്ത് SI രാജേഷാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും ഇതിന് CPM പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുണ്ടെന്നും റാഫിയും ബന്ധുക്കളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തല്ലിന്റെ 21,000 രൂപ എടുത്തു പോവുകയും പിന്നെ ഞാൻ ശാന്തിയിൽ ആശുപത്രിയിൽ കിടന്നായിരുന്നു. 23-ാം തീയതി രാത്രി മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ തിങ്കളാഴ്ച പോലീസുകാർ വന്ന് 28-ാം തീയതി ഓൻ്റെ ഓളെ പീഡിപ്പിച്ചും വന്നാണ് കേസ് കൊടുത്തത്. അതിൽ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലേക്ക് എടുക്കേണ്ടി വന്നത്. കുഞ്ഞളങ്കര ഉസ്മാനാണ് ഇതൊക്കെ ചെയ്തത്. എന്റെ കേസ് ചാർജ് ചെയ്തിട്ടുമില്ല. ഈ മുഹമ്മദ് ഷാഫിന്റെ കല്യാണം മുടക്കിന്ന് പറഞ്ഞാണ് എന്നെ തല്ലിയത്. ഈ ഷാഫി ഉണ്ട്, പിന്നെ പൂലോടൻ നജീബ്, ജബ്ബാർ, ഉസ്മാന്, ഇതിൽ 4 ആൾക്കാരാണ് തല്ലിയത്. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പുതിയ തലമുറ ക്ഷീര വ്യവസായ രംഗത്തേക്ക് കടന്നുവരണമെന്ന് DCC പ്രസിഡന്റ് KC അബു. ക്ഷീര കർഷക കോൺഗ്രസ് ജില്ലാ സമ്മേളനവും ക്ഷീരശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷീര കർഷക കോൺഗ്രസ് ജില്ലാ സമ്മേളനവും ക്ഷീരശ്രീ പദ്ധതി ഉദ്ഘാടനവും DCC ഹാളിൽ നടന്നു. DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ ക്ഷീര വ്യവസായ രംഗത്തേക്ക് കടന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പശു വളർത്തലും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ ക്ഷീര കൃഷി നടത്തുന്ന ക്ഷീരോത്പാദകരായ ആളുകളെ സഹായിക്കുവാൻ വേണ്ടുമെന്ന് സഹായിക്കുവാൻ പലപ്പോഴും ഗവൺമെന്റ് കഴിയാതെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്ഷീര കർഷകർക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനമെടുത്തത് UDF ഗവൺമെന്റാണ്. ക്ഷീരശ്രീ ജില്ലാ ചെയർമാൻ AP പീതാംബരൻ അധ്യക്ഷം വഹിച്ചു. അന്യമായിക്കൊണ്ടിരിക്കുന്ന ക്ഷീരമേഖലയെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് INTUCയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ക്ഷീര കർഷക കോൺഗ്രസ് ക്ഷീരശ്രീ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 20 അംഗ സ്വയം പര്യാപ്ത ഗ്രൂപ്പിലൂടെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് കേരളത്തിൽ 10,000 യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട്
ശുദ്ധമായ പാലും ഉപ ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിച്ചുകൊണ്ട് ക്ഷീര കർഷകർക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന പദ്ധതിയാണ് ക്ഷീരശ്രീ. ഓരോ ജില്ലയിലും 1000 യൂണിറ്റുകൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇത്തരം ജില്ലാ സമ്മേളനങ്ങൾ നടത്തിവരുന്നത്. അസംഘടിതരായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വേണ്ടത്ര വില ലഭിക്കാതെ കഷ്ടതയനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് ഒരു പരസ്പര ആശ്രയമായി മാറാനും ക്ഷീരശ്രീ പദ്ധതിയിലൂടെ സാധിക്കുന്നു. ക്ഷീരശ്രീ കോർഡിനേറ്റർ സുരേഷിനെ ഉദ്ഘാടന ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് ഐഡന്റിറ്റി കാർഡ് വിതരണവും കർഷകരെ ആദരിക്കലും നടന്നു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, MP പത്മനാഭൻ, അഡ്വക്കേറ്റ് M രാജൻ, S സലീം രാജ്, A സുനിൽ പ്രകാശ്, TK സന്ദീപ് വേങ്ങേരി, പൂളക്കൽ ശ്രീകുമാർ, നിഷാബ് മുല്ലോളി തുടങ്ങിയവർ സംസാരിച്ചു. തൂണേരിയിലെ അക്രമ സംഭവങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചവരുടെ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ രൂപീകരിച്ച സമിതി കോഴിക്കോട് പ്രത്യേക യോഗം ചേർന്നു. കൺവീനർ മന്ത്രി MK മുനീറിന്റെ അധ്യക്ഷതയിൽ PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. യുവാവിന്റെ കൊലയെ തുടർന്ന് തൂണേരിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ ചെയർമാനായി രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ പ്രഥമ യോഗം കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. വീടുകൾ, വാഹനങ്ങൾ, സ്വത്തുവകകൾ, രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കും. പാസ്പോർട്ട്, റേഷൻ കാർഡ്, ആധാർ, സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ സൌജന്യമായി ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അക്രമ സംഭവങ്ങളെ തുടർന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുണ്ടായ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ പ്രത്യേക കൌൺസിലിംഗ് നൽകും. പ്രത്യേക സമിതി അംഗങ്ങളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, MLA മാരായ EK വിജയൻ, KK ലതിക, ജില്ലാ കളക്ടർ CA ലത, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ നിലവിലെ ഭരണസമിതി 2 വർഷം പൂർത്തിയാകുമ്പോൾ മഹത്തായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവർത്തന മികവിനെ താഴ്ത്തിക്കാണിക്കുന്ന ചിലരുടെ പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സഹകാരികൾ നൽകിയ പ്രചോദനങ്ങളും ഈയൊരു വളർച്ച നേടിയപ്പോൾ ചിലർക്കെങ്കിലും അതിൽ ഒരു കണ്ണിൽ കരടായി അല്ലെങ്കിൽ അസൂയ ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അടുത്ത സമയത്തുണ്ടായിട്ടുണ്ട്. ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങളിൽ 8 എണ്ണം പരിഹാരമായി. കോടികളുടെ കമ്പ്യൂട്ടർ വാങ്ങിയതിൽ ദുരൂഹത ആരോപിക്കുന്നവർ ഭരണസമിതി കമ്പ്യൂട്ടർ പർച്ചേസ് നടത്തിയിട്ടില്ല എന്നറിയുക. ചില ഭാഗത്തു നിന്ന് വന്ന ഇത്തരം ആക്ഷേപങ്ങൾ സഹകരണ വകുപ്പും ബന്ധപ്പെട്ട ഏജൻസികളുമടക്കം പരിശോധിച്ച് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയതാണ്. സഹകാരികൾക്കും സഹകരണ രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാതെ നല്ല അഭിപ്രായം ഉണ്ടാക്കിയ ഭരണത്തെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വസ്തുതകൾ നിഷ്പക്ഷമായി മനസ്സിലാക്കണമെന്ന് ബാങ്ക് ഭരണസമിതി അഭ്യർത്ഥിച്ചു. ക്ഷീര കർഷകർക്കായി പ്രത്യേക വികസന പദ്ധതികൾ, ഓരോ വീട്ടിലും ഓരോ ബാങ്ക് അക്കൌണ്ട്, വായ്പാ പരിധി ഉയർത്തുകയും ലളിതവൽക്കരിക്കുകയും സുതാര്യമാക്കുകയും ചെയ്യുക, നാടിന്റെ വികസനത്തിന് സഹകരണ നിക്ഷേപത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക എന്നിവയാണ് പദ്ധതികളെന്നും സാരഥികൾ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് I മൂസ, N സുബ്രഹ്മണ്യൻ, KT പ്രേമരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 4 ദിവസമായി മുക്കത്ത് വെച്ച് നടക്കുന്ന CPI ജില്ലാ സമ്മേളനം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനവും നടന്നു. പാർട്ടിയുടെ ശക്തിയും കരുത്തും കാട്ടിയ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അണിചേർന്നത്. 4 ദിവസമായി മുക്കത്ത് നടന്ന CPI ജില്ലാ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, പ്രകടനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. വെസ്റ്റ് മാമ്പറ്റ കാർത്തിക കല്യാണ മണ്ഡപത്തിലെ KM കുട്ടികൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ചകൾ നടന്നു. പുതിയ ജില്ലാ കൌൺസിലിനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തു. രാജ്യത്തെ കുത്തക വ്യവസായികൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന നരേന്ദ്രമോദി ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പാർട്ടിയുടെ ശക്തിയും കരുത്തും കാട്ടിയ പടുകൂറ്റൻ പ്രകടനവും മുക്കത്ത് നടന്നു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ രൂക്ഷ വിമർശനമൂർത്തിയുള്ള പ്രമേയമാണ് അവതരിപ്പിച്ചത്. വ്യത്യസ്തനായ അധ്യാപകനായിരുന്ന പാറചന്ദ്രന്റെ ഓർമ്മ പുതുക്കലും വ്യത്യസ്തമായൊരു അനുഭവമായി മാറി. മിമിക്രി അവതരണവും പുല്ലാങ്കുഴൽ വായനയും തെരുവ് നാടകവും സാംസ്കാരിക പ്രഭാഷണവും ചേർന്നാണ് പാറ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാറചന്ദ്രനെ അനുസ്മരിച്ചത്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ 1ാം സമ്മാനം നേടിയ ചാലപ്പുറം ഗണപതി ഗേൾസ് ഹൈസ്കൂളിലെ രവീണയുടെ മിമിക്രി അവതരണവും മനോജ് അമ്പലമഠത്തിന്റെ പുല്ലാങ്കുഴൽ വാദനവും KSTA ജില്ലാ കലാവേദിയുടെ മെസ്സേജ് എന്ന തെരുവ് നാടകവും ഉൾപ്പെട്ട കലാപരിപാടികളോടെയായിരുന്നു പാറചന്ദ്രനെ പാറ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം PK സതീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പാറയെ അനുസ്മരിക്കുമ്പോൾ നാം എന്താണ് നാം ചിന്തിക്കേണ്ടത്, എന്തായിരിക്കണം നാം ലക്ഷ്യം വെക്കേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്. കേവലമായ ഒരു അനുസ്മരണ ചടങ്ങായി പാറ അനുസ്മരണം മാറ്റാനാണോ നാം ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അധിക നാൾ നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊരു ചടങ്ങ് അല്ല, അല്ലെങ്കിൽ ഒരു ചടങ്ങ് ആവാനേ പാടില്ല. ഇതൊരു വർത്തമാനകാലത്തെ സാംസ്കാരിക ദൗത്യമായി മാറും. AP അഹമ്മദ് മലപ്പുറമാണ് സാംസ്കാരിക പ്രഭാഷണം നടത്തിയത്. പാറ കൾച്ചറൽ ഫോറം ചെയർമാൻ ഹരി പെരുമണ്ണ അധ്യക്ഷം വഹിച്ചു. കൺവീനർ N മുരളി, T ദേവാനന്ദൻ, KS ഹർഷൻ, EM രാധാകൃഷ്ണൻ, VP രാജീവൻ, VP മനോജ് എന്നിവർ സംസാരിച്ചു. ഫറോക്ക് പുറ്റേക്കാട്ടെ പാണ്ടിപ്പാടൻ നസ്രത്തുൽ ഇസ്ലാം മദ്രസ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ത്രിദിന മതപ്രഭാഷണവും നടന്നു. ഫറോക്ക് പുറ്റേക്കാട്ടെ പാണ്ടിപ്പാടം നസ്രത്തുൽ ഇസ്ലാം മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനവും ത്രിദിന മതപ്രഭാഷണവും സമുചിതമായി നടന്നു. പാണ്ടിപ്പാടം മർഹൂം കല്ലറക്കൽ ഉമർ ഹാജി നഗറിൽ നടന്ന പരിപാടിയിൽ മദ്രസ കെട്ടിട ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. T മുഹമ്മദ്, വാളക്കട ബാബു, പരീക്കുട്ടി, NC റസാഖ്, വിജയൻ, ശ്യാം പ്രസാദ്, ഹസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അരങ്ങുവാഴുന്ന അരുതായ്മകൾ എന്ന വിഷയത്തിൽ തനിയാമ്പുറം ഷാഹുൽ ഹമീദ് ബാഖവി, രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിൽ പാവണ്ണ അലി ഫൈസി, കളിക്കേണ്ട മക്കളെ ഖബറാട് മുന്നിൽ എന്ന വിഷയത്തിൽ ജൌഹർ മാഹിരി കരിപ്പൂർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. വാർത്തകൾ ചുരുക്കത്തിൽ. SYS 60ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ഹൈവേ മാർച്ച് ഫെബ്രുവരി 12 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. താമരശ്ശേരിയിലാണ് ആദ്യ സ്വീകരണം. സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റമെന്ന പ്രമേയവുമായി ഫെബ്രുവരി 26, 27, 28, മാർച്ച് 1 തീയതികളിലെ മലപ്പുറം കോട്ടക്കലിലാണ് 60ാം വാർഷിക സമാപന സമ്മേളനം നടക്കുന്നത്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹിമാൻ സഖാഫി നേതൃത്വം നൽകുന്ന മാർച്ച് ഈ മാസം 6-നാണ് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചത്. 15-ന് കാസർകോട്ട് സമാപിക്കും. ജ്യോതിഷത്തിലെ വിവിധ ചിന്തകളെയും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ജ്യോതിഷ ഏകതാ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ജ്യോതിഷ സെമിനാർ ചെറുവള്ളി നാരായണ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ജ്യോതിഷത്തിലെ മഹാശയന്മാരുടെ സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും സദൃശ്യമാണെങ്കിലും അപക്വമതികളായ ചിലർ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് സമകാലികമായി ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ തങ്ങൾ തയ്യാറായതെന്ന് ആസ്ട്രോസമനിയ സാരഥികൾ പറഞ്ഞു. ജാതക ഫല നിർണയ ഏകീകരണ ദൌത്യം കൊണ്ട് വരും നാളുകളിൽ ഈ ന്യൂനത പരിഹരിക്കപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മലബാറിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള ആദ്യ സംഘം ഫെബ്രുവരി 14-ന് പുറപ്പെടും. ATT ഹോളിഡേയ്സ് എന്ന ലക്ഷദ്വീപ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകൃത ഏജൻസിയാണ് ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം യാഥാർത്ഥ്യമാക്കുന്നത്. കോഴിക്കോട് നിന്നും ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം തുടങ്ങുന്നതിന്റെ ആദ്യപടിയായി ഫെബ്രുവരി 14-ന് ശനിയാഴ്ച വീക്കെൻഡ് പ്രോഗ്രാമിൽ ആദ്യ സംഘം ബേപ്പൂരിൽ നിന്നും പുറപ്പെടും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ ഈ വർഷത്തെ പ്രൊജക്ടായ ആരോഗ്യമൈത്രിയുടെ ഭാഗമായുള്ള സ്കൂൾ അഡോപ്ഷൻ പ്രോഗ്രാം IMA-യുടെ ആഭിമുഖ്യത്തിൽ വെള്ളയിൽ ഫിഷറീസ് UP സ്കൂളിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ K മുഹമ്മദ് അലി നിർവഹിച്ചു. IMA നൽകുന്ന വാട്ടർ പ്യൂരിഫയറുടെ ഉദ്ഘാടനവും നടന്നു. IMA പ്രസിഡന്റ് അജിത് ഭാസ്കർ അധ്യക്ഷം വഹിച്ചു. ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പ്രിൻസിപ്പൽ K ഭഗീരഥി, PN അജിത, VG പ്രദീപ് കുമാർ, ഗിരീഷ് ചോലയിൽ, ശ്യാമള E, ചന്ദ്രൻ TP, T മനോജ്, സുരേഷ് KM എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗര റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. അരയിടത്ത് പാലം അപ്രോച്ച് റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നവീകരണത്തിലെ ക്യാബിനറ്റ് തീരുമാനം നാളെയെന്ന് മന്ത്രിമാർ. അറിയിച്ചാലും ഫലം വരുന്നതുവരെ സമരം തുടരുമെന്ന് MGS. ആം ആദ്മി ഡൽഹി തൂത്തുവാരി, ആഹ്ലാദം കോഴിക്കോട്ടും. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയുള്ള വിജയമെന്ന് ആം ആദ്മി പ്രവർത്തകർ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.